ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ വളരെ സുരക്ഷിതരായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കരുതലോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പും മറ്റുള്ളവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന മാർഗം. കാരണം ഈ മഹാവിപത്തിന് ഇതുവരെ ഒരു വാക്സിൻ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടെത്തുന്നത് വരെ അല്ലെങ്കിൽ അതിനുശേഷവും നമുക്ക് ഈ അപകടത്തിൽ ചെന്നപ്പെടാണ്ട് സുരക്ഷിതരായി ഇരിക്കാം. അതിന് വേണ്ട മുൻകരുതലുകൾ, ജാഗ്രത അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ. ആവർത്തന പട്ടിക എന്താണ്, ഇലക്ട്രോൺ വിന്യാസം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ഒരുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങൾ, അത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീണ്ടും മുന്നറിവുകളായിട്ട്, പ്രീവിയസ് നോളജ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി ഇവിടെയും അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. PDF ഫയലെങ്കിലും ഉണ്ടായിരിക്കും. ഇല്ലാത്തവർ ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ഫയലൊക്കെ കിട്ടും. അതൊക്കെ വെച്ച് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഇതൊക്കെ മുൻപ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കിലേക്കാണ് നേരെ പോകുന്നത്. പക്ഷെ അതിന് വേണ്ട കുറച്ച് പ്രീവിയസ് നോളജ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമേ പറയാനുള്ളത്, ഈ ക്ലാസ് കേൾക്കുന്ന ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുണ്ടാവാം, മലയാളം മീഡിയം കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ഉണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അത് ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. എനിക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ. നിങ്ങൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഏത് ഗ്രൂപ്പിലാണോ അതിൽ ചെയ്താൽ മതി. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് അത് ഞാൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് മാത്രമുള്ള ഒരു വോയിസ് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ മറ്റു സംശയങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട മുന്നറിവുകൾ ഞാൻ പറഞ്ഞു. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മളിവിടെ റെഫർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, രണ്ടാമത്തത് പീരിയോഡിക് ടേബിൾ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ വിന്യാസം, അതുപോലെ തന്നെ എന്താണ് ആവർത്തന പട്ടിക, ഇത് രണ്ടും നമുക്ക് മുൻപ് അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മൾ ആദ്യം ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോൺ വിന്യാസമാണ്, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊരു അറേഞ്ച്മെന്റ്സ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതൊരു ഒരുപാട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നീൽസ് ബോർ, റൂദർഫോർഡ് എന്നിവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആറ്റം സ്ട്രക്ചർ നമുക്കുണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും. ആറ്റത്തിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഘടകങ്ങളാണ് അതിലുള്ളത്. ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. അതിൽ ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് ബോധേടാവേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ 2 ഘടകങ്ങളാണ്, പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഉണ്ട്. ഇവർ 2 പേരുമാണ് നമുക്കിവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ട 2 ആളുകൾ. പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുമാണ്. ആറ്റം സ്ട്രക്ചർ അനുസരിച്ച് പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്താണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ ഒരു ഏറ്റവും സെൻട്രലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് പറയാം. അതിന് ചുറ്റുമുള്ള ഈ KLMN എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഷെല്ലുകളാണ്. അപ്പോൾ ഈ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ വിതരണത്തിന്, ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മുൻപ് പഠിച്ച കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും നിയറസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് K ആണ്. അതാണ് ഏറ്റവും ചെറിയ ഷെൽ എന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് L ആണ്. അത് അതിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. അതിൻ്റെ കപ്പാസിറ്റി 8 ആണ്. പിന്നെ M ആണ്, അത് 18 ആണ്. N എന്ന് പറയുന്നത് 32 ആണ്. ഇതൊക്കെ നമ്മൾ മുൻപ് പഠിച്ച കാര്യങ്ങളാണ്. ഈ ഒരു അറേഞ്ച്മെന്റ്സിൽ KLMN എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇത് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു നിയോൺ പറയുകയാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അറ്റോമിക് നമ്പർ എന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നുള്ളതാണ്. പക്ഷേ പ്രോട്ടോണും ഇലക്ട്രോണും എപ്പോഴും ഈക്വൽ ആയതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മൾ ഈ പറയുന്ന 10 എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2-8 എന്നാണ്. 2-8. അതുപോലെ തന്നെ ഇനി അത് സോഡിയം ആവുകയാണെന്നുണ്ടെങ്കിൽ 11-2-8-1. ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഇതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതിൻ്റെ കുറച്ച് ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ, സബ്ഷെൽ എന്ന് പറയുന്ന പുതിയൊരു ടേമാണ് നമ്മൾ അതെങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെയാണ് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു പകുതിയോളം നമ്മൾ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളാണ്, അല്ലെങ്കിൽ ആവർത്തന പട്ടികയാണ്. അതിലും കുറേ കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാം. അവിടെയും കുറേ പേരുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ഡിമിട്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹമാണ് ഈ പീരിയോഡിക് ടേബിൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർത്ത് നോക്കിയാൽ അറിയാം. ഒപ്പം കൂടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിൾ അത് മെൻഡലിയേഫിൻ്റെ കോൺട്രിബ്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ വേറൊരു സയൻറ്റിസ്റ്റ് വരുന്നുണ്ട്, അയാളുടെ പേരാണ് ഹെൻറി മോസിലി. ഈ ഹെൻറി മോസിലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മോഡേൺ പീരിയോഡിക് ടേബിളാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ വരയ്ക്കുന്നില്ല, പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെല്ലാവരും വരച്ച് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയാണ് ഹെൻറി മോസിലിയുടെ പീരിയോഡിക് ടേബിൾ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാം. പക്ഷേ അതിലുപരി ഓരോ രസതന്ത്രം പഠിക്കുന്ന, കെമിസ്ട്രി പഠിക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ചിത്രമാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ, ഹെൻറി മോസിലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പീരിയോഡിക് ടേബിൾ. അതിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എലമെന്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ് അതിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ അറ്റോമിക് നമ്പറിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പീരിയോഡിക് ടേബിൾ. ഓർത്ത് നോക്കൂ, കിട്ടുന്നുണ്ടാവും. അതിൽ കോളംസ് ഉണ്ട്, കുത്തനെയുള്ള കോളംസ് ഉണ്ട്, വിലങ്ങനെയുള്ള റോസ് ഉണ്ട്. അപ്പോൾ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. വെർട്ടിക്കൽ കോളംസിനെ പറയുന്ന പേര് ഗ്രൂപ്പ് എന്നാണ്. 18 ഗ്രൂപ്പുകൾ, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള 18 ഗ്രൂപ്പുകളും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 7 പീരിയഡ്സും അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഹെൻറി മോസിലിയാണ്. അതാണ് നമ്മൾ ഇതിൽ അറിയേണ്ട, ഈ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് അറിയേണ്ട സംഭവം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ പീരിയോഡിക് ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഡിവൈഡ് ചെയ്യാണ്, കാറ്റഗറൈസ് ചെയ്യാണ്. എന്തിൻ്റെ ബേസിൽ? ബ്ലോക്കുകളായിട്ടാണ്. അത് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എലമെൻസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനത്തിന്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുന്നതിന് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ മൊത്തം പീരിയോഡിക് ടേബിളിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് പഠിക്കും. അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട സംഭവം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. നമ്മൾ 9ാം ക്ലാസ് വരെ പഠിച്ചതല്ല, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു സംഭവം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചതിന് ശേഷം നമുക്ക് പീരിയോഡിക് ടേബിളിലേക്ക് പോവാം. അതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്, ആറ്റത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ ആറ്റം. അത് നമ്മുടെ നീൽസ് ബോർ റുദർഫോർഡും പറഞ്ഞ പോലെ ന്യൂക്ലിയസ് ഇവിടെയുണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്, അങ്ങനെ ആ ഷെല്ലുകളിലൂടെയുള്ള ഒരു ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ചില മൂലകങ്ങളുടെയൊക്കെ, അല്ലെങ്കിൽ അത്യാവശ്യം മൂലകങ്ങളുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിനെ എങ്ങനെ സബ്ഷെല്ലുകളാക്കി മാറ്റാം. ആ സബ്ഷെല്ലുകൾ വരുമ്പോഴാണ് നമ്മൾ പീരിയോഡിക് ടേബിളിലേക്ക്, അതിൻ്റെ ബേസിൽ പീരിയോഡിക് ടേബിളിനെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് 4 ബ്ലോക്കുകളാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് ക്ലീൻ ആക്കി വരച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം എഴുതിയിരുന്ന രീതി, ഉദാഹരണത്തിന് മഗ്നീഷ്യം ആണെന്ന് വിചാരിക്കാം, Mg12 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 12 ആണ്. അതുകൊണ്ട് തന്നെ 2, 8, 2 ഇതായിരിക്കും നമ്മൾ പഠിച്ച ഒരു ബേസിക് പ്രിൻസിപ്പിൾ പ്രകാരമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ പ്രകാരം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും, കെ എന്ന് പറയുന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും, എൽ എന്ന് പറയുന്നതിൽ 8, എം എന്ന് പറയുന്നതിൽ 2. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. കാരണം ആ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, ആദ്യത്തെ ഇലക്ട്രോൺ നേരെ ന്യൂക്ലിയസിന് അടുത്തേക്കാണ് വരിക. ഈ പറയുന്ന 12 ഇലക്ട്രോണും നേരെ കെ ഷെല്ലിലേക്കാണ് വരിക. പക്ഷെ അവിടുത്തെ ഒരു സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള 10 പേര് അപ്പുറത്തേക്ക് പോകും.
നമ്മൾ അറിയാം, നമ്മൾ എവിടെയാണെങ്കിലും ഒരു സീറ്റിൽ ഏറ്റവും ചിലത് മുൻപിൽ ചിലത് പുറകിൽ, നമ്മൾ ആ ഒരു ഹാൾ അല്ലെങ്കിൽ നമ്മളെ ഒരു ക്ലാസ്സിലാണെങ്കിലും നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കും അവിടെ ആയിരിക്കും ഇഷ്ടം. അതേപോലെ തന്നെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജാണ്. എല്ലാ നെഗറ്റീവ് ചാർജും നേരെ പോസിറ്റീവ് ചാർജിലേക്ക് വരുമ്പോൾ ഈ 12 ഇലക്ട്രോണും നേരെ ന്യൂക്ലിയസിന് അടുത്തേക്കാണ് വരിക. എന്നിട്ട് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ 2, 8, 2 ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെയാണ് നമ്മുടെ പുതിയൊരു സംഭവം വരുന്നത്, സബ് ഷെൽ എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺസെപ്റ്റ്. സബ് ഷെൽ എന്താണ്? സബ് ഷെൽ എന്നുള്ളത് നമുക്കറിയാം, ഇത് ഷെല്ലാണ്. കെ എന്ന് പറയുന്നത് ഒരു ഷെല്ലാണ്, ഒരു മുഖ്യ ഷെൽ എന്ന് പറയാം. കെ ഷെല്ലാണ്, എൽ ആണ് സെക്കൻഡ് ഷെല്ല്, എം, എൻ, അതൊക്കെ ഒരു ഷെല്ലുകളാണ്. ഇനി നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്യണം, അതിനെ വീണ്ടും വിഭജിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സബ് ഷെല്ലുകൾ കിട്ടുന്നത്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ പറയുന്ന ഒരു എനർജി കൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. എനർജി ലെവൽസ്. ഈ ഷെല്ലിനെ പറയുന്ന പേര് എനർജി ലെവൽസ് എന്നാണ്. എനർജി ലെവൽസ് എന്ന് നമുക്ക് പറയാം. അതായത് ഈ കെ എന്ന് പറയുന്ന ഷെല്ലിന് ഒരു എനർജി ഉണ്ട്, എൽ എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ, എം എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ. ഓരോ ഷെല്ലിനും അല്ലെങ്കിൽ ഓരോ ഷെല്ലിലും ഈ ലൈൻ ഇട്ടിരിക്കുന്നതൊക്കെ ശരിക്കും ഒരു സാങ്കല്പിക രേഖകളാണ്. ഇവിടെ കാണപ്പെടുന്ന കെ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബഫറാണ്, ഒരു സോണാണ്. കെ എന്ന് പറയുന്നത് ചെറിയൊരു മേഖലയാണ്. ഈ കെ എന്ന് പറയുന്ന മേഖലയിൽ 2 ഇലക്ട്രോണുകൾക്ക് കിടന്ന് കറങ്ങാനുള്ള, ന്യൂക്ലിയസിനെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 8 ഇലക്ട്രോണുകളെ കാണുന്ന ഒരു മേഖലയെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന 18 ഇലക്ട്രോൺസിന് കാണപ്പെടുന്ന വലിയൊരു സോൺ, അതിനെയാണ് നമ്മൾ എം എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാൾ വൈഡ് ആയിട്ടുള്ള ഒരു സോണാണ്, അതിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സോണാണ്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പാതയോ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊക്കെ ഇലക്ട്രോണുകളെ കാണപ്പെടുന്ന ഓരോ മേഖലകൾ, ഓരോ സോണുകളെയാണ് നമ്മൾ കെ, എൽ, എം, എൻ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇലക്ട്രോൺസ് ഉണ്ട്, നമുക്കറിയാം. ഈ കെ എന്ന് പറയുന്നു കഴിഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. 2 എണ്ണമാണ് അവിടെ മാക്സിമം കപ്പാസിറ്റി. അവർ ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്താണ്, ന്യൂക്ലിയസിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഓപ്പോസിറ്റ് ചാർജാണ്. അത് നന്നായിട്ടൊരു അട്രാക്റ്റിംഗ് പവർ ഉണ്ടായിരിക്കും, ഒരു ആകർഷണ ബലം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ നന്നായിട്ട് ആകർഷിച്ച് നിൽക്കുന്നുണ്ടാവും. ഈ ആകർഷിച്ച് നിൽക്കുന്ന ഈ 2 ഇലക്ട്രോണുകൾക്ക് എനർജി, ഊർജം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് കൺസെപ്റ്റ്. അതായത് ആകർഷണ ബലവും ഈ അട്രാക്റ്റിംഗ് ഫോഴ്സും എനർജി ലെവലും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു ഓപ്പോസിറ്റാണ്. അത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നതാണ്. അത് നമ്മൾ ഇൻക്രീസ് ചെയ്യണം, അട്രാക്റ്റിംഗ് പവർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡിക്രീസ് ദി എനർജി ലെവൽ ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. ആ ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽ കുറക്കും. നമ്മൾ ലോജിക്കൊന്നും ഇല്ലാണ്ട് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ഓടാൻ നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് നല്ല എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി, അയാൾ ഓടാൻ നിൽക്കുകയാണ്. അയാളെ ഒരു എന്നേക്കാൾ ബലം കുറഞ്ഞ ഒരാളെ അല്ലെങ്കിൽ അയാളെ നമ്മൾ നന്നായിട്ട് ശക്തിയായിട്ട് അടക്കി പിടിച്ചു നിന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ അയാൾക്ക് ഓടാൻ കഴിയില്ല, എനർജി കുറവായിരിക്കും. അട്രാക്റ്റിംഗ് പവർ കൂടിയതുകൊണ്ട് അയാളുടെ എനർജി കുറഞ്ഞു. ഇനി അയാൾ നമ്മളൊരു ഷർട്ടിലോ അതല്ലെങ്കിൽ ഒരു കൈ കൊണ്ടോ പതുക്കെ പിടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ ഓടാനുള്ള ടെൻഡൻസി കാണിക്കും. അയാൾക്ക് എനർജി കൂടും, കാരണം ആകർഷണ ബലം കുറഞ്ഞു. നമ്മൾ അയാളൊരു കൈ കൊണ്ടോ ഒരു വിരൽ കൊണ്ടോ ഷട്ടിലൊക്കെ പിടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ഓടാൻ കഴിയും, അല്ലെങ്കിൽ അയാൾക്ക് ഒന്നുകൂടി എനർജി കൂടുന്നതാണ്. അതായത് നമ്മളോട് എത്രത്തോളം ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏത് വസ്തുക്കളാണെങ്കിലും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിലൊരു ആകർഷണ ബലം ഉണ്ടെന്നൊക്കെയാണ്. അതുപോലെ നമുക്ക് ഇവിടെ എന്തായാലും പോസിറ്റീവും നെഗറ്റീവും ആണ്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഏറ്റവും നിയറസ്റ്റ് 2 ഇലക്ട്രോണുകളാണ് ഇവർ, കെ ഷെല്ലിലുള്ള 2 ഇലക്ട്രോണുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, വളരെ സ്റ്റേബിൾ ആയിരിക്കും, എനർജി വളരെ കുറവായിരിക്കും. ഇവരേക്കാൾ കൂടുതൽ എനർജി ഉണ്ടായിരിക്കും ഇവിടുത്തെ 8 ഇലക്ട്രോൺസിന്. കാരണം എന്താണ്, 8 ഇലക്ട്രോൺസിന്, ഈ 8 ഇലക്ട്രോൺസിന് ഈ കെ ഷെല്ലിലെ 2 ഇലക്ട്രോൺസിനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാവും. കാരണം ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു, അട്രാക്റ്റിംഗ് പവർ അല്ലെങ്കിൽ ആ ആകർഷണ ബലം അത് കുറഞ്ഞു. ആകർഷണ ബലം കുറഞ്ഞതുകൊണ്ട് ഇവർക്ക് എനർജി, ഊർജം കൂടി. ഇവിടെയുള്ള 18 എണ്ണം, ഇവിടെ കുറേ ഉണ്ട്, 18 എണ്ണം ഉണ്ട്. ഈ 18 എണ്ണത്തിന് ഇതിനേക്കാൾ കൂടുതൽ എന്തുണ്ടായിരിക്കും, എനർജി ഉണ്ടായിരിക്കും. കാരണം അപ്പോഴേക്ക് വീണ്ടും ഈ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കുറഞ്ഞു.
ഇവിടെ അതിനേക്കാൾ കൂടും. അതുകൊണ്ടാണ് ഏറ്റവും ബാഹ്യതമ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണ് ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ പങ്കെടുക്കുന്നത്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയസുമായി അകലത്തിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. ഇത് ഓരോ ഷെല്ലുകളും ഓരോ എനർജി ലെവലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എനർജി ലെവൽസ്, ഊർജ്ജ നിലകളാണ്. അപ്പൊ കെ എന്ന് പറയുന്ന ഒരു ഊർജ്ജ നിലയാണ്, എൽ ഒരു ഊർജ്ജ നിലയാണ്, എം ഒരു ഊർജ്ജ നിലയാണ്, എൻ ഒരു ഊർജ്ജ നിലയാണ്. അപ്പൊ പിന്നീട് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഓരോ ഷെല്ലിന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത ഊർജ്ജങ്ങളുള്ള ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് കെ വളരെ ചെറുതാണ്, അതിൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ആ 2 എണ്ണത്തിന് ഏറെക്കുറെ ഒരേ എനർജിയാണുള്ളത്. ബട്ട് എല്ലിലേക്ക് പോകുമ്പോൾ അതിൽ കുറച്ചുകൂടി സ്പേസ് കൂടുന്നുണ്ട്. ഇവിടെയുള്ള ഒരു ഇലക്ട്രോണിന്റെ എനർജി അല്ല ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഇവിടെ 2 എനർജിയിലുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അവരുടെ എനർജിക്ക് അനുസരിച്ച്, ഊർജത്തിനനുസരിച്ച് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു ചെറുതും ഒരു വലുതുമാണ്. ഒരു ചെറിയ ഭാഗവും ഒരു വലിയ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു എനർജി, മിഡിലിൽ വേറൊരു എനർജി, ഇവിടെ എത്തുമ്പോൾ വേറൊരു എനർജി. അവിടെയൊക്കെ ഡിസ്റ്റൻസിന്റെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു, ഇതിനെ 4ആയിട്ടും ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. ഇതിനെയാണ് സബ് ഡിവൈഡിങ് ഓഫ് ഷെൽ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ സബ് ഷെൽ എന്ന് പറയുന്ന ആൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. കാരണം സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഓരോ പേര് കൊടുക്കണം. കെ എൽ എം എൻ എന്ന് പോരാ. കെയിൽ ഒരാളേ ഉള്ളൂ, എല്ലിൽ 2 പേരുണ്ട്, എമ്മിൽ 3 ഭാഗങ്ങളുണ്ട്, എന്നിൽ 4 ഭാഗങ്ങളുണ്ട്. സബ് ഡിവിഷൻ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഓരോ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 4 അക്ഷരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവരാണ് എസ്, പി, ഡി, എഫ്. ഇതൊക്കെയാണ് നമ്മുടെ സബ് ഷെല്ലുകളുടെ പേര്. എസ്, പി, ഡി, എഫ്. അപ്പൊ നമുക്ക് 4 സബ് ഷെല്ലുകൾ കിട്ടിയിട്ടുണ്ട്. എസ്, പി, ഡി, എഫ്. ഓക്കെ, ഈ 4 അക്ഷരങ്ങളും ഓരോ പേരുകളെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരങ്ങളാണ്. നമുക്ക് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവര് 4 പേരും ഭയങ്കരന്മാരാണ്, നമ്മുടെ ഹീറോസ് ആണ്. ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ അതിനുശേഷം +1ലും +2ലൊക്കെ നമ്മൾ തുടർന്നും പഠിക്കുന്ന വലിയൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എസ്, പി, ഡി, എഫ് നിസ്സാരമായി കാണേണ്ട ആവശ്യമില്ല. ഈ 4 പേര് നമുക്കൊന്ന് പരിചയപ്പെടാം. പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഒരു ബേസിക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ. അതിനുവേണ്ടി പോകുമ്പോൾ കെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ചെറിയ എനർജി ലെവലാണ്. അവിടെ എസ് മാത്രമേ ഉള്ളൂ. അടുത്തത് അതിനേക്കാൾ വലിയ എൽ എന്ന് പറയുന്ന മേഖലയാണ്. അതിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എസും ഉണ്ട്, അതുപോലെ തന്നെ പി ഉണ്ട്. എസ് എന്ന് പറയുന്നത് ചെറിയൊരു മേഖലയാണ്, പി ഉണ്ട്. പിന്നെ ഉള്ളതിൽ അതിനേക്കാൾ വൈഡാണ്. അവിടെ എസ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ 4ാമത്തെ ഷെല്ലിലെ എസ്, പി, ഡി, എഫ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സബ് ഷെൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഈ സബ് ഷെല്ലുകളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷൻ ഓഫ് ഷെൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ കെ എന്ന് പറയുന്നതിനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ, എസ് ആണ്. അത് കഴിഞ്ഞ് എൽ എന്ന് പറയുന്ന ഷെല്ലിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എസും ഉണ്ട്, പിയും ഉണ്ട്. 3rd ഷെൽ എന്ന് പറയുന്നത് എം ആണ്, എസ്, പി, ഡി. 4th എന്ന് പറയുന്നത് എൻ ആണ്, എസ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്, എഫ് വരുന്നുണ്ട്. അങ്ങനെ 4 സബ് ഷെല്ല് അടങ്ങിയിട്ടുള്ള ഒരു ഷെല്ലാണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുക എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇതിൽ ഏറ്റവും ചെറിയവൻ എന്ന് പറയുന്നത്, ചെറിയ ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. എസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. കെയിൽ എസ് മാത്രമേ ഉള്ളൂ. കെയുടെ കപ്പാസിറ്റി നമുക്കറിയാം 2 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനേക്കാൾ വലിയൊരു ഷെല്ലാണ് പി എന്ന് പറയുന്നത്. പിയുടെ കപ്പാസിറ്റി, മാക്സിമം കപ്പാസിറ്റി 6 ആണ്. അത് കുറച്ചുകൂടി വലിയൊരു സബ് ഷെല്ലാണ്. അതിൽ 6 ഇലക്ട്രോണുകളെയാണ് കൊള്ളുക മാക്സിമം. എൽ എന്ന് പറയുന്നതിൽ എസും പിയും വരുന്നുണ്ട്. അതായത് 2 + 6, അപ്പോൾ 8. അതിന്റെ കപ്പാസിറ്റി ഒക്കെ ആയി. ഇനി 3ാമത്തെ ഷെൽ എന്ന് പറയുന്നത് എം ആണ്. അതിൽ എസ് വരുന്നുണ്ട്, പി വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. എസ് എന്ന് പറയുന്നത് 2 ആണ്, പി എന്ന് പറയുന്നത് 6 ആണ്, ഡി എന്ന് പറയുന്നത് 10 ആണ്. അതിനേക്കാൾ വലിയ സബ് ഷെൽ. അതിന് ടോട്ടൽ എന്ന് പറയുന്നത് 18. നമ്മൾ കണ്ടുപിടിച്ച സംഭവം തന്നെ നമുക്ക് നേരത്തെ തന്നെ അറിയാം. എൻ എന്ന് പറയുന്നത് 32 ആണ്. അതുകൊണ്ട് തന്നെ 2, 6, 10. ഇവിടെ 14 എന്നാണ് വരുന്നത്. അപ്പോൾ അതിന്റെ ടോട്ടൽ 32 എന്ന് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ് ഷെല്ലുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. കെയിൽ എസ് മാത്രം. അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇവിടുന്ന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ എസ് ആണ്. ഏറ്റവും ചെറിയ ഷെൽ ഏതാ? എസ്. ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാലും എഫ് ആണ്.
എല്ലാറ്റിലും റെപ്രസെന്റ് എല്ലാ ഷെല്ലിലും റെപ്രസെന്റ് ചെയ്യുന്ന സബ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ എസ് ആണ്. എസ് കെയിലും ഉണ്ട്, എല്ലിലും ഉണ്ട്, എമ്മിനും ഉണ്ട്, എൽ. ഇതിനൊക്കെ നമുക്ക് നമ്പർ കൊടുക്കാം. കെ എൽ എം എൻ എന്ന് വേണ്ട. ഇത് ഷെൽ നമ്പർ 1, ഇത് ഷെൽ നമ്പർ 2, ഇത് ഷെൽ നമ്പർ 3, ഇത് ഷെൽ നമ്പർ 4. അപ്പോൾ ഷെല്ലിന് നമ്പറാണ് കൊടുക്കുക. ഇത് മെയിൻ ഷെൽ എന്നാണ് പറയുക, മുഖ്യ ഷെല്ല്. ഇതൊക്കെ സബ് ഷെല്ലാണ്. സബ് ഷെല്ലിന് ലെറ്റേഴ്സ് ആണ് എസ് ഒ, പി ഒ, ഡി ഒ, എഫ് ഒ. ഓക്കെ. അപ്പോൾ ഇതിന് 1S, 1ലെ എസ്. ഇതിനെ പറയാം 2ലെ എസ്, 2ലെ പി. ഇതിന് 3ലെ എസ്, 3ലെ പി, 3ലെ ഡി. ഇത് 4S, 4P, 4D, 4F. അങ്ങനെയാണ് ഇതിനെ പറയുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ ഷെല്ലിലുമുള്ള സബ് ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ എസ് ആണ്. എസ് 1ലും 2ലും 3ലും 4ലും ഉണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് ഷെല്ലിൽ തുടങ്ങുന്ന സബ് ഷെല്ലോ പി ആണ്. തേർഡിൽ തുടങ്ങുന്നത് ഡി ആണ്. 4ൽ തുടങ്ങുന്നത് എഫ് ആണ്. തേർഡിൽ ഇല്ലാത്തത് എഫ് ആണ്. ഓക്കെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പിന്നെ കപ്പാസിറ്റി പി എത്ര? 6 ആണ്. ഡി 10, എസ് 2, എഫ് 14. അതൊക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ എസ്, പി, ഡി, എഫ് ഇത്രയൊക്കെയാണ് ഇവരെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം, എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് മായ്ച്ചു. നമുക്കിവിടെ ഒരു സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സോഡിയം എടുത്തു എന്ന് വിചാരിച്ചു. സോഡിയം 11, 11 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ 11 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം എല്ലാം 1ലേക്ക്, ഷെൽ നമ്പർ 1ലേക്ക് വരും. അവിടുത്തെ കപ്പാസിറ്റി 2 ആണ്. അപ്പോൾ എല്ലാ എസിലേക്ക് വരും. ഇവിടെ 2 ഇലക്ട്രോൺ നിൽക്കും. ബാക്കി 9 എണ്ണം നേരെ രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകും. അപ്പോൾ ആദ്യം പിന്നെ 2ലേക്ക് പോയി, അവിടെ 8 ആണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ബാക്കി 1 3ലേക്കും പോകും. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം 1Sലേക്ക് വരും, പിന്നെ 2Sലേക്ക് വരും, പിന്നെ 2Pയിലേക്ക് വരും, പിന്നെയാണ് 3Sലേക്ക്. അങ്ങനെ ഈ സബ് ഷെൽ ഓർഡറിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇവിടേക്കാണ് വരിക, 1ലെ എസിലേക്കാണ് വരിക. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ നമ്പർ ഓഫ് മെയിൻ ഷെൽ എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ കുറച്ച് വലുതാക്കി എഴുതാം. ഇനി നെയിം ഓഫ് സബ് ഷെൽ എസ് ആണ്. സബ് ഷെല്ലിൻ്റെ പേര് അത് കുറച്ച് ചെറുതാക്കി എഴുതുക. ഇനി അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിൻ്റെ കണ്ടന്റ്, അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് 2 അല്ലേ. അതിൻ്റെ ഒരു അപ്പർ സൈഡിൽ ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു റൈറ്റിൽ ടോപ്പിലാക്കിയിട്ട് ചെറുതാക്കിയിട്ട് എഴുതുക. ഇങ്ങനെയാണ് ഇത് വെക്കാം. 1 വലുതായിട്ട് എസ് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ 2. അപ്പോൾ ഇതിനോട് ഈ 1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മെയിൻ ഷെല്ലാണ്, ഷെല്ലിൻ്റെ നമ്പറാണ്. എസ് എന്ന് പറയുന്നത് നെയിം ഓഫ് സബ് ഷെല്ലാണ്. ഈ ടോപ്പിൽ എഴുതിയിരിക്കുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. 1s2 അങ്ങനെയാണ് ഇതിനെ പറയാം, 1s2. അപ്പോൾ സോഡിയം 11 ആണ്, 1s2. പിന്നെ ഒരു കോമ ഇടാം. കോമ വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ എഴുതാം, കുഴപ്പമില്ല, സ്പേസ് വിട്ടാൽ മതി. പിന്നെ പോകുന്നത് 2ലെ എസിലേക്കാണ്. 1s കഴിഞ്ഞു, അതിൽ എസ് മാത്രമേ ഉള്ളൂ. പിന്നെ 2ലെ എസിലേക്കാണ്. അപ്പോൾ 2 വലുതാക്കി എഴുതുക, എസ് ചെറുതാക്കി എഴുതുക. അതും എസ് തന്നെയാണ്. എസിൻ്റെ കപ്പാസിറ്റി നമ്മൾ എപ്പോഴും പറഞ്ഞു, എസ് എന്ന് പറയുന്നത് 2 ആണ്, പി എന്ന് പറയുന്നത് 6 ആണ്, ഡി എന്ന് പറയുന്നത് 10 ആണ്, എഫ് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ എസ് എവിടെ വന്നാലും അതിൽ 2 കൊള്ളുള്ളൂ. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ് 2. ഓക്കെ. അപ്പോൾ 2s അതിൻ്റെ ടോപ്പിൽ 2 എന്ന് എഴുതാം, 2s2. കോമ ഇട്ടു ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഇടണം നിർബന്ധമില്ല കേട്ടോ, ഇട്ടാലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് 2s കഴിഞ്ഞാൽ പിന്നെ 3ലേക്കല്ല, 2ൽ പി ബാക്കിയുണ്ട്. അപ്പോൾ 2Pയിലേക്ക് പോയി, 2P. പി എന്ന് പറയുന്നത് 6 ഇലക്ട്രോൺസിനെ കൊള്ളും, 2p6 എന്നാണ്. അപ്പോൾ 2p6 നമ്മൾ ഇടയ്ക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 2 + 2 + 6, 4 + 6 ആണ് 10 ആയിട്ടുള്ളൂ. ഇവിടെ 11 ഉണ്ട്, 1 കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 2Pയിൽ നിൽക്കില്ല, പിന്നെ നേരെ 3ലെ എസിലേക്കാണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ടത് 3s. ഇവിടെ 10 കഴിഞ്ഞു, ഇനി 1 ബാക്കിയുള്ളൂ. എസ് ആണ് 2 ഇലക്ട്രോണിനെ കൊള്ളും, പക്ഷെ നമുക്ക് 1 ബാക്കിയുള്ളൂ. അതുകൊണ്ട് 3s1. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? ഇതാണ് സോഡിയത്തിൻ്റെ. അപ്പോൾ സോഡിയം എന്ന് പറയുന്ന 11 അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 1s2, 2s2, 2p6, 3s1. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് ചെറിയതിനൊക്കെ എഴുതുമ്പോൾ ഈ രീതിയിൽ. ഇപ്പോൾ 3s കഴിഞ്ഞു, ഇനി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 3pയിലേക്കാണ് പോവുക.
പിന്നെ ഇവിടെ നിന്നിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, കുറച്ച് എനർജി ലെവലിലുള്ള കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു അഫ്ബ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. ഓക്കെ, ആ അഫ്ബ പ്രിൻസിപ്പിൾ പ്രകാരം ഒരു ഡയഗ്രാം പഠിക്കാനുണ്ട്. ഇങ്ങനെയൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിളായിട്ട് അഫ്ബ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുന്ന ഒരു ഡയഗ്രാം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഡയഗ്രാം നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുന്നു. ആ ഡയഗ്രാം പ്രകാരം നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വലിയ ആറ്റം ആണെങ്കിലും, എത്ര വലിയ മീൻസ് എത്ര അറ്റോമിക് നമ്പർ എത്ര വലുതാണെങ്കിലും നമുക്ക് ആ അഫ്ബ പ്രിൻസിപ്പിൾ പ്രകാരം എഴുതാൻ കഴിയും. അപ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട് ഇവിടെ. 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെ 3dയിലേക്കല്ല പോവുക, 4sലേക്കാണ് പോവുക. അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്, എനർജി ലെവൽസ് എന്ന് പറഞ്ഞത്. നമ്മളത് അടുത്ത ക്ലാസ്സിലാണ് നമ്മളത് കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബേസിക് ആയിട്ടുള്ള ഒരു സബ്ഷെൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ആ ഡിസ്ട്രിബ്യൂഷനിലെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇത് വെച്ച് നമുക്ക് ഈ ഒരു അറിവ് വെച്ച് നമുക്ക് വലിയ മൂലകങ്ങൾ എഴുതാൻ കഴിയില്ല. ഒരു 3s2, 3p6 ഒരു 18 വരെയൊക്കെ, അറ്റോമിക് നമ്പർ 18 വരെയൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. 19 വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻസ് വരും. അതായത് 18 എന്ന് പറയുമ്പോൾ ആർഗൺ വരെ എഴുതാം. പിന്നെ നമ്മൾ കാൽസ്യം 19 അല്ലെങ്കിൽ കാൽസ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇവിടെ ഒരു കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് പൊട്ടാസ്യം 19ഉം കാൽസ്യം 20ലേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ചെറിയ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ അഫ്ബ പ്രിൻസിപ്പിൾ പ്രകാരമുള്ള ഡയഗ്രാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരഞ്ഞ് കാണിച്ചു തരും. അത് വെച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഈ സബ്ഷെൽ എങ്ങനെയാണ് വന്നത് എന്നറിയാനാണ് നമ്മൾ എനർജി ലെവൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ അഫ്ബ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. അത് പ്രകാരമുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുന്നു, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, ബ്ലോക്കുകളെ കണ്ടുപിടിക്കുന്നു, പീരിയോഡ് ടേബിളിലേക്ക് പോകുന്നു. ഓക്കെ.